ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. और लूका उसका 21वां अध्याय उसका 19वां पद में यीशु मसीह अपने चेलों से कहता है, तुम क्षमा कर कर अपने प्राण को बचा सकते हैं. ആമേൻ. അത് അത്ഭുതകരമല്ലേ? അത് തന്നെയല്ലേ യേശു ആമേൻ നമുക്ക് മാതൃകയായി കാൽവരി ക്രൂശിലും ചെയ്തത്. और यही हमारे लिए यीशु मसीह ने कैलवरी क्रूस पर भी किया. അവിടുന്ന് ക്രൂശിലായിരുന്ന സന്ദർഭത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 23:34 അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവർ ചെയ്യുന്നതിന്നതെന്ന് ഇവർ അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. और यीशु मसीह जब क्रूस पर था, यीशु मसीह ने इस प्रकार से कहा कि पिता, ये जो करते हैं ये पिता इन्हें क्षमा कर, क्योंकि ये नहीं जानते कि ये क्या कर रहे हैं. നമുക്കുള്ള ഒരു ആഹ്വാനമാണത്, ലോകത്തിനുള്ള ഒരു വിളംബര സന്ദേശമാണത്. എല്ലാവരും തമ്മിൽ തമ്മിൽ ക്ഷമിപ്പീൻ. और यीशु मसीह के क्रूसीकरण में जो बात कहते हैं, ये हमारे लिए एक संदेश है, संसार के हर एक व्यक्ति के लिए संदेश है कि आप एक दूसरे को क्षमा करें. ക്രൂശിലേക്ക് നോക്കുക, നിങ്ങൾക്ക് കാണുവാൻ കഴിയും യേശുവിന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും സഹിച്ചുകൊണ്ടുള്ള മരണവും. आप जब क्रूस की ओर देखते हैं, उस क्षमा के साथ जो प्रार्थना और सहन करते हुए जो मृत्यु को आप देख सकते हैं. ക്ഷമിക്കാൻ കഴിയുന്നവൻ ഒരു സമ്മാനം ലഭിക്കും, സഹിക്കാനുള്ള കൃപ ലഭിക്കും. जो लोग क्षमा करते हैं उनको एक प्रतिफल मिलता है, वो है आप सह सकते हैं.